ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു S4 സീരീസ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജോയുടെ വൈഫ് ഗുണ്ടയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. യാന് സിങ്ങും ഫാങ്ങും സംസാരിച്ച് കഴിയുന്നത് വരെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അവൻ ഇരിക്കുന്നതിന്റെ താഴെയായി ഫാങ്ങിന്റെ ഫ്രണ്ടും നിൽക്കുന്നുണ്ടാവും. ഇവിടെ സിങ്ങും ഫാങ്ങും സംസാരിക്കുന്നത് കാണിക്കുന്നു. ഫാങ് സിങ്ങിന്റെ ഫോട്ടോ നോക്കി അപ്പൊ ഇതാണല്ലേ ബായിങ് എന്ന് ചോദിക്കുന്നു. നീ ഇതിനു മുമ്പ് ബായിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് സിങ് ചോദിച്ചതും അവൻ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് മുമ്പ് ഞാൻ എന്റെ മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതാനും സാധനങ്ങളിൽ മിസ് ബായിങ് എന്ന പേര് കണ്ടിരുന്നു എന്ന് പറയുന്നു. നിന്റെ ഫാമിലി ഫോട്ടോയിൽ ബായിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് സിങ് പറയുന്നു. ഫാങ് അവൾ നിന്റെ ട്വിൻ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു പാതി ഈക്ലനാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്റെ മറ്റൊരു പാതിയാണ് ബായിങ്. ഞാനും ബായിങ്ങും ചേർന്നാൽ മാത്രമേ ഒരു ഈക്ലൻ ആവുകയുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് ഈ മൃഗങ്ങളുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ അവർ മുടന്തന്മാരാവില്ലേ? പക്ഷേ ട്രാറ്റിൻസ് വ്യത്യസ്തരാണ്. ഞങ്ങളുടെ പൊട്ടിയ കൊമ്പിൽ നിന്ന് പോലും പുതിയ ഇലകളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇതൊക്കെ താഴെ നിൽക്കുന്ന ഫ്രണ്ടും കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഫാങ് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നത് കണ്ടവൾ എല്ലാവർക്കും ഒരു ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവും. എന്നാൽ സമൂഹം അവരെ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരമായി സ്പ്ലിറ്റായി എന്ന് പറയുന്നു. ഇപ്പോ അവളുടെ പാസ്റ്റ് കാണിക്കുന്നു. അവൾ കണ്ണാടിയിൽ തന്റെ ഉള്ളിലെ ബായിങ്ങിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബായിങ് എക്സ് ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കാനൊക്കെ സിങ്ങിനോട് പറയുന്നു. എന്നാൽ സിങ് അതിനെ എതിർക്കുമ്പോൾ അവർക്കിടയിൽ തർക്കം വരികയും അങ്ങനെ അവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നു. ഇവിടെ പ്രസന്റിൽ യാന് വാതിൽ മുട്ടുമ്പോൾ ഫാങ് വാതിൽ തുറക്കുന്നു. യാനാകട്ടെ എനിക്ക് പുറത്ത് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നു. ഫാങ് സിങ്ങിനോട് അതിന്റെ ബാക്കി പറയാൻ പറയുന്നു. സിങ്ങും അതിന്റെ ബാക്കി പറയുന്നു. ഞങ്ങൾ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പവേഴ്സും സ്പ്ലിറ്റ് ആയി. അതോടുകൂടി ഞങ്ങളുടെ ആയുസ് മനുഷ്യരെ പോലെയായി. ഞങ്ങൾക്കും പ്രായമാവാൻ തുടങ്ങി എന്ന് പറയുന്നു. ഇത് കേട്ട് ഫാങ് ഇതിന് സൊല്യൂഷൻ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഒരാൾ മറ്റൊരാളെ കൊന്ന് അയാളുടെ പവർ എടുത്താൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കൂ എന്ന് സിങ് പറയുന്നു. എന്നിട്ട് ബായിങ് ബോയ് ഫ്രണ്ടിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ അവനാകട്ടെ വേറൊരു റിലേഷൻ കൂടി ഉണ്ടായിരുന്നു. ഞാനത് അവളോട് പറയുകയും അവൾ തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവൾ വിളിച്ചിട്ട് ഞാൻ അവളെ കാണാനായി വെയർഹൌസിലേക്ക് പോയി. ബോയ് ഫ്രണ്ട് ബായിങ്ങിനോട് അവൻ അവളെയാണ് സ്നേഹിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ ടൈം പാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ബായിങ് ആകട്ടെ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഞാൻ അതിനെ എതിർത്തപ്പോൾ അവൾ തന്റെ പവർ ഉപയോഗിച്ച് എന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയും ശേഷം എന്നെ കൊല്ലുകയും ചെയ്തു എന്ന് സിങ് പറയുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടയോട് ജോയുടെ വൈഫ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അവളുടെ മുത്തശ്ശൻ പണ്ട് സിങ്ങിനെ വെയർഹൌസിൽ എത്തിക്കുകയും അവിടെ എന്താ നടക്കുന്നത് എന്നറിയാനായി ഒളിഞ്ഞു നോക്കുകയും ചെയ്തു. അവിടെ വെച്ച് ബായിങ് സിങ്ങിനെ കൊല്ലുന്നത് കണ്ട് അയാൾ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ നോക്കിയതും റാറ്റിൻസ് വന്ന് അയാളെയും വലിച്ചുള്ളിലേക്കിടുന്നു. ശേഷം അയാളുടെ ശരീരത്തിലേക്ക് റാറ്റിനെ അയക്കുന്നു. എന്നിട്ട് ബായിങ് സിങ്ങിനെ ഡാനയിൽ കൊണ്ടുപോയി അടക്കണമെന്നും ശേഷിക്കുന്ന കാലം മൊത്തം അവൾക്ക് ജീവൻ വരാതെ നോക്കണമെന്നും അയാളോട് പറഞ്ഞു. അങ്ങനെ അയാളും അതൊക്കെ സമ്മതിച്ച് ഡാനയിലേക്ക് വരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ബായിങ്ങിന്റെ ഒരു കത്ത് വരുന്നു. 81 വർഷങ്ങൾക്ക് ശേഷം ഷിൻ ഫാമിലിയിലെ ഒരാളെയും കൂട്ടി സിങ്ങിനെ അടക്കിയ സ്ഥലത്ത് വരണമെന്നും അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫാമിലി മൊത്തം നശിക്കും എന്നൊക്കെയായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ ജോയുടെ വൈഫ് തന്റെ മുത്തശ്ശന്റെ പെട്ടി നോക്കിയപ്പോഴാണ് അവൾക്കും ഇക്കാര്യം മനസ്സിലായത്. ഇതൊക്കെ ഇപ്പോ അവൾ ഗുണ്ടയോട് പറയുന്നു. എന്നിട്ട് എന്റെ കയ്യിൽ റാറ്റിൻ ഉള്ളതുകൊണ്ട് തന്നെ ഇനി എനിക്കായിരുന്നു ആ ചുമതല ഉണ്ടായിരുന്നത്. പക്ഷേ ഫാങ്ങിനെ കണ്ടെത്താനായി എനിക്ക് ഒരു കല്ലിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ജോയി എനിക്ക് ആ കല്ല് കൊണ്ടു തന്നത്. പക്ഷേ ആ കല്ലിന് വേണ്ടി നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു എന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ട് ഗുണ്ടയും അവളോട് സോറി പറയുന്നു. അവൾ സിങ് അവൾക്ക് കൊടുത്ത ആ റാറ്റൻ അവനെ കാണിച്ചിട്ട് നിനക്കിനി ആ കല്ല് ഒരിക്കലും കിട്ടില്ല, ജോയി അടക്കിയ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ കല്ല് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടയുടെ വായിലേക്ക് റാറ്റിനെ കുത്തിക്കയറ്റുന്നു. എന്നിട്ട് ഇനി നീ ഇഞ്ചിഞ്ചായി മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പോകുന്നതിനിടയ്ക്ക് അവൾ പോലീസിനെ വിളിച്ചിട്ട് ഒരു കൊലയാളി ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ വീണ്ടും സിങ്ങിനെ കാണിക്കുന്നു. സിങ് ഷിൻ ഫാമിലിയെ കുറിച്ചാണ് ബായിങ് ആ കത്തിൽ എഴുതിയത് എന്ന് പറഞ്ഞതും ഫാങ് അപ്പൊ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്ലാൻ അനുസരിച്ചാണോ അവരെന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു. സിങ് അതെ എന്ന് പറയുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് നിന്റെ ഫാമിലി ജിയ ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്യാനായി നിന്നെ ഡാനയിലേക്ക് പറഞ്ഞയച്ചത്. പിന്നെ ബായിങ് പറഞ്ഞതുപോലെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ എല്ലാവരെയും റാറ്റിൻ കൊന്നുകളയും. അത് പേടിച്ചാണ് അവർ ഇക്കാലം അത്രയും ഇതൊക്കെ അനുസരിച്ചത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് താഴെയുള്ള ഫ്രണ്ട് പൊട്ടിച്ചിരിക്കുന്നു. ഫാങ് അവളോട് എന്തിനാ എന്റെ ഫാമിലിയെ ഇതിനായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നു. സിങ് അതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഞാൻ ഒരുപാട് ടയേർഡായി എന്ന്
പറയുന്നു. ഞാന് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഏതായാലും അതൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഫാങ്ങിനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഫാങ്ങും യാനും അവിടുന്ന് പോയതും ഫ്രണ്ട് പുറത്തു വരുന്നു. അവൻ തന്റെ ശക്തി ഉപയോഗിച്ച് ആ വാതിൽ തട്ടുന്നു. ഇത് കേട്ട് സിംഗിന് ശത്രുക്കളാരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അവളും അവിടുന്ന് പുറത്തു വരുന്നു. പെട്ടെന്ന് ഫ്രണ്ട് സിംഗിന്റെ പുറകിലൂടെ ആക്രമിക്കാൻ വന്നതും സിംഗ് ഒഴിഞ്ഞു മാറുന്നു. ഇപ്പൊ അവർ നേർക്ക് നേർ കാണുന്നു. അവനെ കണ്ടവൾ ഇത് നീയായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവനാകട്ടെ അവളോട് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. ശേഷം അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. സിംഗ് തന്റെ റാറ്റിനെ ഉപയോഗിച്ച് അവനെ എതിർക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട് തന്റെ ശക്തി കൊണ്ട് അതൊക്കെ നശിപ്പിക്കുന്നു. അവൾ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവനെ ആക്രമിച്ചതും അവനാകട്ടെ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ശേഷം അവൾ അവനെ തിരിഞ്ഞു പോവാൻ നിന്നതും പെട്ടെന്ന് അവൾക്ക് തലചുറ്റിലൊക്കെ വന്ന് അവൾ ബോധം കെട്ട് വീഴുന്നു. അടുത്ത ദിവസം രാവിലെ ഫാങ്ങും യാനും ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നു. യാൻ അവനോട് നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ ഫാമിലിക്ക് ചിലപ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതിനായി തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. ഫാങ് അവന്റെ നിർത്താതെയുള്ള സംസാരം കേട്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. എന്നിട്ട് സിംഗിന് ഫുഡ് കൊടുക്കാൻ പോകുന്നു. പെട്ടെന്ന് അവൻ ഓടി വന്ന് സിംഗിനെ കാണാനില്ലെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സിംഗിനെ അന്വേഷിച്ച് രണ്ട് ഭാഗത്തേക്ക് പോകുന്നു. അടുത്ത സീനിൽ ഫാങ് സിംഗിനെ കണ്ടെത്തിയത് കാണിക്കുന്നു. അവൻ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ എണീക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ യാന് അങ്ങോട്ടേക്ക് വന്നിട്ട് സിംഗിന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. ഫാങ് എന്തോ ആലോചിച്ചിട്ട് യാനിനോട് അവിടുന്ന് പോവാൻ പറയുന്നു. അവനും അവിടുന്ന് പോകുന്നു. യാന് പോയതിനു ശേഷം ഫാങ് തന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ച് സിംഗിനെ കിസ് ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ കണ്ണു തുറക്കുന്നു. അവൾ അവനോട് നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതാണ് എന്നവൻ പറഞ്ഞതും അവൾ നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഉറങ്ങുന്നു. ഫാങ് പുതപ്പ് കൊണ്ടുവന്ന് അവൾക്ക് പുതച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവനും ഒരുപാട് വീക്കായിരുന്നു. അവനൊരു ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോയി അവിടുത്തെ മണ്ണൊക്കെ മാറ്റുന്നു. ഇവൻ സിംഗിന്റെ ആജന്മ ശത്രുവായ ഷാൻ ആയിരുന്നു. ഇപ്പൊ പാസ്റ്റിൽ ഷാനിനെ കാണിക്കുന്നു. അവൻ ഒരു ബുക്ക് വായിച്ചതിനു ശേഷം അവസാനം ഞാനത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് മേശ തുറന്ന് അതിന്റെ ഉള്ളിലെ ചെറിയ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിലുണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് കഴിക്കുന്നു. അത് കഴിച്ചതിന് ശേഷമാണ് അവൻ ചെറുപ്പമായി മാറിയത്. ഇപ്പൊ പ്രസന്റിൽ ഷാന് ആ ബോഡി പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നു. എന്നിട്ട് അതിന്മേൽ തന്റെ ശക്തിയൊക്കെ പ്രയോഗിക്കുന്നു. പെട്ടെന്ന് ആ വസ്തു പൊട്ടിപ്പോവുകയും അവൻ ചോര തുപ്പുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസമായിട്ടും സിംഗ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടാവില്ല. ഫാങ് ആകട്ടെ അവളുടെ കൈയൊക്കെ പുതപ്പിന്റെ ഉള്ളിലേക്കാക്കി വെക്കുന്നു. അപ്പോഴാണ് അവളുടെ കൈ തണുത്ത് മരവിച്ചു കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഇതേ സമയം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് സിംഗ് ഇപ്പോഴും എണീറ്റില്ലേ എന്ന് ചോദിക്കുന്നു. ഫാങ് അവനോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിക്കുന്നു. അവർ എണീക്കുമ്പോഴേക്കും ഞാൻ അവർക്ക് കഴിക്കാനായി ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഞാൻ അവിടുന്ന് പോയതും സിംഗ് കണ്ണു തുറക്കുന്നു. അവൾ എണീക്കുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.